ഭംഗിയാർന്ന രീതിയിൽ ലീവ് ചോദിക്കാൻ അറിയാമോ നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിനോട്? ഹിന്ദിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനിടെ 5 വാക്ക് ഞാനിവിടെ പറയാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ, നിങ്ങളുടെ ജോബിൽ, നിങ്ങളുടെ ജോലിയിൽ അനിവാര്യമായി വന്നേക്കാം. അത് ഒന്ന് ഞാൻ പറയാം. ആദ്യമായി, നിങ്ങൾക്കൊന്ന് ലീവ് കിട്ടുമോ സാറേ? എനിക്കൊന്ന് ലീവ് കിട്ടുമോ സാറേ എന്ന് ചോദിക്കണം. എങ്ങനെയാണെന്ന് ചോദിക്കാം? ക്യാ മുझे आज छुट्टी मिल सकती है? ക്യാ മുझे आज छुट्टी मिल सकती है? എനിക്കിന്ന് ലീവ് കിട്ടുമോ എന്നാണ്. അപ്പോൾ ക്യാ മുझे आज छुट्टी मिल सकती है, കിട്ടാൻ പറ്റുമോ എന്ന അർത്ഥത്തിലാണ്. മിലേക എന്നതിനേക്കാൾ മിൽ സക്തി എന്നുള്ളതാണ് ഒരു ഭംഗിയാർന്ന രീതി. ഓക്കെ. രണ്ടാമത്തൊന്ന്, ഞാനൊന്ന് ചുട്ടി എടുത്താലോ, ലീവ് എടുത്താലോ. 2, ക്യാ മേ ആജ് ചുട്ടി ലേ സക്താ ഹൂം? ലേലും എന്നും പറയാം. ചുട്ടി എടുക്കട്ടെ, എടുക്കാൻ പറ്റുമോ? സമ്മതം കിട്ടിയാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ക്യാ മേ ആജ് ചുട്ടി ലേ സക്താ ഹൂം എന്ന് പറയാം. അതിലേടി പറയുമ്പോൾ ലേ സക്തി ഹൂം എന്ന് പറയാം. ഓക്കെ. മൂന്നാമത്തൊന്ന്, എനിക്ക് ഒരു ദിവസത്തെ അല്ലെങ്കിൽ എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം സാറേ. മുझे 2 दिन के छुट्टी चाहिए, मुझे 2 दिन के छुट्टी चाहिए, മെഹർബാനി കർക്കെ മുझे ഓ ദീജിയെ എന്നൊക്കെ പറയാലോ. അപ്പോൾ എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം എന്നാണ് ആ പറഞ്ഞത്. ഓക്കെ. ഇനി നമുക്കൊരു പക്ഷേ നമ്മുടെ ഒരു സമ്മതം ചോദിച്ചിട്ട്, അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് ഇത്തരം കാര്യം സംസാരിക്കാൻ പറ്റുള്ളൂ വലിയ കമ്പനിയിലൊക്കെ. അതാണ്, ഞാൻ ലീവിനെ കുറിച്ചൊന്ന് സംസാരിച്ചോട്ടെ. അതെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. ക്യാ മേ छुट्टी के बारे में बोल सकता हूँ? ക്യാ മേ छुट्टी के बारे में बोल सकता हूँ? ഞാൻ ലീവിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ, ഒന്ന് പറയട്ടെ എന്നാണ് സംഭവം. അവസാനം, എനിക്ക് കുറച്ച് സമയത്തിനൊന്ന് ലീവ് തരുമോ എന്ന് പറയും. മുझे थोड़ा देर के लिए, देर എന്ന് പറയും. थोड़ा समय के लिए എന്നും പറയാം. थोड़ा देर के लिए मुझे छुट्टी दे सकते हैं, അല്ലെങ്കിൽ ദേങ്കെ ആപ്പ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ലീവ് ചോദിക്കുക എന്ന ഒരു കൃത്യമായ ആശയം. അതായത് നമ്മളിപ്പോൾ ചുട്ടി മുझे, ചുട്ടി ചായ മുझे എന്നൊന്നും പറയാതെ വളരെ പൊളൈറ്റ് ആയിക്കൊണ്ട് 5 സ്റ്റൈൽ ചുട്ടി ലീവ് ആവശ്യപ്പെടുന്നത് നമ്മളിന്ന് പഠിച്ചു. ഇതുപോലെ നിങ്ങൾക്കും ഇനി ഹിന്ദി സംസാരിക്കാം. ഹിന്ദി യൂനി ഫോളോ ചെയ്യുക. ഹിന്ദി യൂനി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഹിന്ദിക്കാരെ പോലെ, ഞാൻ പഠിച്ചതുപോലെ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാം. എല്ലാവിധ ആശംസകളും. ആപ്കാ ധന്യവാദ്. ബഹുത് ശുക്രിയ.